മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 350 പേർ. അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ, ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർ 101 പേരാണ്. 68 പേർ, ഇന്നലെ പറഞ്ഞതുപോലെ 68 പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. ഈ 9 പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഇതുവരെ രോഗലക്ഷണങ്ങൾ, പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല. പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള 13 പേരുടെ പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ പുറത്തുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച 9 സാമ്പിളുകളുടെ ഫലവും തിരുവനന്തപുരം തോന്നയ്ക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച 4 സാമ്പിളുകളുടെ ഫലവുമാണ് ഇന്ന് പുറത്തുവരാനുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള 6 പേർക്കാണ് രോഗലക്ഷണങ്ങളുള്ളത്. 3 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രമാണ്. നിപ്പ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് രോഗലക്ഷണങ്ങളില്ലെങ്കിലും ഇവരുടെ സ്രവവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സമ്പർക്ക പട്ടികയിൽ പാലക്കാട്ടുള്ള 2 പേരും തിരുവനന്തപുരത്തുകാരായ 4 പേരും ഉൾപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട്ടുള്ള 2 പേർ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പെരിന്തൽമണ്ണയിൽ ചികിത്സയ്ക്കെത്തിയവരുമാണ്. തിരുവനന്തപുരത്ത് ഐസൊലേഷനിൽ കഴിയുന്നവരുടെ സാമ്പിളുകളാണ് തോന്നയ്ക്കലിൽ പരിശോധിക്കുന്നത്. ഇവരിൽ 2 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 2 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലും ഉൾപ്പെട്ടവരാണ്. നിലവിൽ ആകെ 350 പേരുടെ സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ്. വവ്വാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത്. താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത്. പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ഭയം വേണ്ട. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് PTV കേരള.